ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഈ സ്കൂളൊക്കെ തുറന്ന സമയത്ത് സ്നാക്സൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തു വിടേണ്ട സാഹചര്യമൊക്കെ ഉള്ളവരുണ്ടല്ലേ. അപ്പം നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റം ഉണ്ട്. കോക്കനട്ട് ബോൾസ് ആണ് കേട്ടോ. ഇത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ബ്രെഡും കൊണ്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു 10 പീസ് ബ്രെഡ് ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ അങ്ങോട്ട് മുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ബ്രെഡ് കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ബ്രെഡൊക്കെ ഇതുപോലെ പീസുകളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചൊന്ന് നമുക്ക് പൊടിച്ചെടുത്തുകൊണ്ട് വരാവേ. ഇതാ ഇവിടെ ബ്രെഡ് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നേക്കരുത് കേട്ടോ. ഇനി നമുക്ക് ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട്. അതേ മിക്സിയുടെ ജാർ തന്നെയാണ് എടുത്തേക്കുന്നത്, കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ. ബ്രെഡിൻ്റെ പൊടികളൊക്കെ അതിനകത്തുള്ളൂ. അപ്പോൾ അതാ നമ്മൾ 1/2 കപ്പ് തേങ്ങ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ തേങ്ങയും കൂടി ഈ മിക്സിയുടെ ജാറിലേക്ക് മൊത്തം അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുതേ. അപ്പോൾ അതാ നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ഞാനിവിടെ ഈ ചെറിയ സ്പൂണിന് 5 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് മധുരം ഇല്ല കേട്ടോ. 5 സ്പൂൺ ചേർത്തിട്ട് ഒരുപാട് മധുരം ഇല്ലായിരുന്നു. ബ്രെഡിനും അത്യാവശ്യം മധുരം ഉണ്ടല്ലോ. അപ്പം നല്ലൊരു ഇതിൽ നിന്നു കേട്ടോ. ഒരുപാടില്ലാതെ 5 സ്പൂൺ ചേർത്തിട്ട് ഒരുപാടില്ലായിരുന്നു. നിങ്ങൾ ബ്രെഡിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ 10 ബ്രെഡിനാണ് 5 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായും ചുക്കും ചെറുജീരകവും പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചേക്കുന്ന ആ ബ്രെഡിൻ്റെ ആ പൊടിയില്ലേ, അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് നമുക്ക് ഇളക്കി കൊടുക്കാവേ. ഇതുപോലെ ആ ബ്രെഡിൻ്റെ ആ പൊടിച്ചു വെച്ചതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഈ ഏലക്കാപ്പൊടിയുടെയും ബ്രെഡിൻ്റെയും തേങ്ങയുടെ ഒക്കെ മണം വരുന്നുണ്ട്. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ ചില കോക്കനട്ട് ബോൾസൊക്കെ മേടിക്കും, ഭയങ്കര കട്ടിയായിരിക്കും അല്ലേ. ഇത് ബ്രെഡും കൊണ്ടുണ്ടാക്കുമ്പോൾ ആ ഒരു പ്രശ്നമില്ല. വളരെ ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിരിക്കുമേ. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് കഴിക്കാനായിട്ട് പറ്റും. ഇതുപോലെ അതവിടെ ഇളക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ മൈദാമാവാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 1 കപ്പ് മൈദാമാവ് ഉണ്ട്. ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം ഈ മാവിന് മാത്രം ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത്യാവശ്യം കുറുകിയൊരു ബാറ്ററായിട്ട് നമുക്ക് എടുത്താൽ മതി. ഒരുപാട് ലൂസായി പോകാനും പാടില്ല, എന്നാവട്ടെ ഒരുപാട് തിക്കാവാനും പാടില്ല കേട്ടോ. ഞാൻ ആദ്യം എടുത്ത ആ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഇനിയും വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ മൈദാമാവിൻ്റെ ബാറ്ററിൽ മുക്കി ആണ് നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിന് പകരം മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ മുട്ടയൊന്നും ആഡ് ചെയ്യുന്നില്ല ഇതിലേക്ക്. അതുകൊണ്ടാണ് നമ്മൾ മൈദാമാവിൻ്റെ ഈ ബാറ്റർ എടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുട്ടികൾക്ക് എന്താണോ ഇഷ്ടം ആ രീതിക്ക് നിങ്ങൾക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതേ ഉള്ളേ. ഒരു കുഴപ്പമില്ല. എല്ലാം അങ്ങനെ 2 രീതിയിൽ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ പാത്രത്തിൽ വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ മിക്സാണ്. ബ്രെഡും തേങ്ങായും ഒക്കെ കൂടിയുള്ള മിക്സ് ഇതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ബോൾ പിടിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇരിക്കുന്ന 1/2 കപ്പ് മൈദയിലേക്ക് ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് ഇതുപോലെ ഒരു ബാറ്ററാക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു 5 ബ്രെഡാണ്. അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ബ്രെഡ് ക്രംസ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് മുക്കിയെടുത്ത് പൊരിക്കാനായിട്ടാണ്. ഇതുപോലെ
ആ ബോൾ എടുത്ത് ഈ മാവിലേക്കൊന്ന് മുക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്തതിന് ശേഷം ഒരു സ്പൂണും കൊണ്ട് ഇതുപോലെ എടുത്ത് നമ്മുടെ ബ്രെഡ് ക്രംസിലൊന്ന് ഇട്ട് ഇതുപോലെ മേളിൽ ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ നല്ലതാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ അങ്ങോട്ട് പുറം വശമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിരുന്നിട്ട് അകവശത്തെ ആ തേങ്ങയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അതുപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ട് വരാവേ. ഇതുപോലെ വളരെ എളുപ്പത്തിൽ ഇതിങ്ങനെ ബോള് പിടിക്കുക, ഈ മാവിലേക്കൊന്ന് മുക്കിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി ചായയുടെ കൂടെ കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ സ്നാക്സ് ഒക്കെ കൊടുത്തു വിടണമെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു വിടുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുവേ. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് മറന്നേക്കരുത് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാമല്ലോ. അതായത് ഇതുപോലെ ഞാൻ എല്ലാ ബോളും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് വന്നപ്പോൾ ഒരു കുഞ്ഞനൊരെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കുഞ്ഞായിക്ക് കൊടുക്കാം. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് അടിപൊളി സാധനമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതാണ് ഞാൻ ഇത്ര ഇതായിട്ട് പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുതേ. നമ്മൾ ബോളൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഓരോന്നായിട്ട് അങ്ങോട്ട് വേഗം ഇട്ട് കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രം ഇതിട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ഈ ബ്രെഡ് ആദ്യം തന്നെ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ ബ്രെഡ് ക്രംസ് ഇല്ലേ, അപ്പോൾ നമ്മൾ ആ ഉള്ളിലുള്ള ആ മൈദയുടെ ആ ബാറ്ററും കൂടെ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് എല്ലാ വശവും ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. നമ്മൾ ഇതുപോലെ ഓയിൽ തിളച്ചതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ നന്നായിട്ട് വിശന്നായിരിക്കുമല്ലോ വരുന്നത്. അപ്പം ദൂരേന്ന് വരുമ്പോഴേ അമ്മേനെയൊക്കെ കാണുമ്പോൾ പറയില്ലേ വിശക്കുന്നേന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കേട്ടോ ഞാനും എൻ്റെ ചേച്ചിയൊക്കെ സ്കൂളിൽ പോയിട്ട് വരുന്നത്. അപ്പം അമ്മ എന്തേലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കുമേ. അപ്പം നമുക്ക് ബ്രെഡൊക്കെ ഒരു പാക്കറ്റ് മേടിച്ച് വെക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ കുട്ടികൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കിയാൽ മതി. അത്ര എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റമാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഒരു 10 മിനിറ്റ് കൂടുതൽ വേണ്ട ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അവർ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തൊന്ന് ഫ്രഷ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്നാക്കാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഓരോ വശവും നന്നായിട്ട് മൊരിഞ്ഞു വരുന്നുണ്ട്. അതിന് ശേഷം ഇത് സൈഡ് വശമൊക്കെ മൊരിഞ്ഞു വരാനായിട്ട് ഇങ്ങനെ കുത്തിച്ചാലിയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിത് എല്ലാ വശവും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ എണ്ണ ഒരുപാട് കുടിക്കുകയില്ല കേട്ടോ. ഇതിൽ ഒട്ടും തന്നെ എണ്ണ പിടിക്കുകയില്ല. നിങ്ങൾ ലാസ്റ്റ് ആകുന്ന വരെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ എല്ലാ വശവും നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡും കൊണ്ടുള്ള കോക്കനട്ട് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. കോക്കനട്ട് ബോൾസ് എന്നൊക്കെ പറയാം. അപ്പോൾ അതാ നമ്മൾ ഓരോന്നായിട്ട് കോരിയെടുക്കുവാണ് കേട്ടോ. എണ്ണ പോകാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ കുഴിയുള്ള ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം ഇതാ നമ്മുടെ കോക്കനട്ട് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും എന്നുള്ള വിശ്വാസത്തോടെ, അതുപോലെ തന്നെ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലുള്ള ഈസി റെസിപ്പീസിൻ്റെ വീഡിയോസൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നേക്കരുത് കേട്ടോ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നേക്കരുത്. അപ്പം ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത റെസിപ്പിയായിട്ട് അടുത്ത ദിവസം ഓടി വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.